അപ്പൊ എത്രയും പെട്ടെന്ന് ഇതുമായുള്ള ബന്ധപ്പെട്ട ആൾക്കാർ കൂടിയിട്ട് തന്നെ മഹലിന് പുറത്തിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഓണസാരി ഉള്ള ഒരു വീഡിയോ ഫോട്ടോ ഞാൻ മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയത് ശരിയായോ? എന്താ പറയണ്ടെന്ന് അറിയില്ല. നെച്ചോറും ബീഫുകരായിട്ട് ചോറായിട്ട് ഇവിടെ എത്തി. നബിദിനാഘോഷത്തിന് മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകുന്നതിനെ ചൊല്ലി തർക്കവും സംഘർഷവും ഉണ്ടായ ദിവസം കൂടിയാണിന്ന്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ബൂട്ടിട്ട പോലീസുകാർ പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശി. എല്ലാവർക്കും നമസ്കാരം. ഹിന്ദുക്കൾ നബിദിനം ആഘോഷിച്ചു കഴിഞ്ഞാൽ ആഹാ, എന്നാൽ മുസ്ലിങ്ങൾ ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ ഓഹോ, ഈ ഒരു മൂഡാണ്. ഇത് കേരളമാണോ അതോ പണ്ട് ആരോ പറഞ്ഞതുപോലെ ആരാ പറഞ്ഞേ പ്രാന്താലയമാണോ എന്ന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്തുവാടെ മതത്തിന്റെ പേരിലടി? ഇവിടെ എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. നമ്മളത് ഓക്കെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവര് വേറെ മതത്തിലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലടേ. ഇനി ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമൊന്നും അല്ല, മലയാളികളുടെ മൊത്തം ആഘോഷമാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കടേ. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഓണം ആഘോഷല്ലേ മുസ്ലിം പിള്ളേർ ശരിയാവൂല, ഇത് ശരിയാവൂല എന്ന് പറയുന്നതൊക്കെ വളരെ തൊട്ടി പരിപാടിയാണ്. ഇതാകെ ഒറ്റ ജീവിതോടാ ഈ ഭൂമിയിൽ നമുക്ക് ജീവനോടാ ഉള്ളത്. അത് നേരെ ജീവിക്കാൻ നോക്കുക. അല്ലാതെ മറ്റേടുത്ത വർഗീയതയും നിറച്ച് മതങ്ങളെ തമ്മിലടിപ്പിച്ച് ഈ ജസ്ന സലീമിനെയൊക്കെ പോലെ കിടന്ന് മറ്റേ പരിപാടി കാണിക്കാതെ. ഓക്കെ, എടാ എല്ലാ മതങ്ങളും ഒന്നിച്ചങ്ങോട്ട് കൂട്ടുചേർന്ന് തോളിക്കയിട്ട് പോകും. പിന്നെ എല്ലാ മതങ്ങളിലും വിശ്വാസം ഉണ്ട് കേട്ടോ, വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ആ മതത്തിലോട്ട് പോയിട്ട് ആ കൂട്ടത്തിൽ നിൽക്കുക. നമുക്കത് പറ്റത്തില്ല എങ്കിൽ നമ്മൾ മാറി നിൽക്കുക. ഇതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ തട്ടത്തിൻ്റെയൊക്കെ കേസ് വന്നപ്പോൾ എനിക്കതേ പറയാനുള്ളൂ. വിശ്വാസം അങ്ങനെയാണ്, തട്ടം ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഒഴിവാക്കുക, തട്ടം മാറ്റി വെച്ചിട്ട് ഡാൻസ് കളിക്കുക. ഇതേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ എനിക്ക് വലിയ തെറ്റുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്കും കുറേ വിമർശനങ്ങൾ വന്നു, അതിൽ നീ പറയുന്നത് കറക്റ്റ് അല്ല എന്ന് എനിക്കങ്ങനെ തോന്നി. എന്തിനാണ് നമ്മൾ ഒരാ മതത്തിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്, അവർക്ക് ഇട്ടുകൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടി ആയിപ്പോൾ. ഓക്കെ, അത് വിട്. അപ്പം നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഒരു പെൺകുട്ടിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം, ആ സെറ്റപ്പിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ ഒരു മുസ്ലിം പള്ളിക്കകത്ത് മൊത്തം അടിയും പഴക്കും, അതിൻ്റെ അകത്ത് പോലീസുകാർ ബൂട്ടിട്ടുകൊണ്ട് കയറി എന്ന് പറഞ്ഞ് വേറെ വിഷയം. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. എന്തായാലും ആദ്യം നല്ലതിൽ നിന്ന് തുടങ്ങി നമുക്ക് നേരെ കെട്ട കാര്യത്തിലോട്ട് പോവാം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ആദ്യം നമുക്കൊരു വീഡിയോ കൊടുക്കാം. ഒരു ഹിന്ദു പയ്യൻ നബിദിനം ആഘോഷിക്കുന്നതാണ്. അതും നബിദിനത്തിന് പള്ളിയിൽ നിന്നും കൊടുക്കുന്ന ഫുഡ് അത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയാമായിരുന്നു. എന്തോ പള്ളിയിൽ നിന്നൊക്കെ കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത് കേൾക്കാം. അത് ഈ പയ്യനും പറയുന്നുണ്ട്. അതുപോലെ അമ്പലങ്ങളിലൊന്ന് ഈ ഉത്സവം വരുമ്പം ഊണ് കൊടുക്കും. വലിയ സംഭവമൊന്നും കാണത്തില്ല, ചോറ്, സാമ്പാർ, ഒരു പായസം, അങ്ങനെ കുറച്ച് എന്തെങ്കിലും കാണും. പക്ഷെ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അതൊരു പ്രത്യേക രീതിയാണ്, അത് ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇതുപോലെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ അന്നദാനമൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു ഹോട്ടലിൽ കഴിച്ചാലും കിട്ടാത്ത, ഒരു ഓടം കഴിച്ചാൽ കിട്ടാത്ത ഒരു ടേസ്റ്റ് ഈ പറയുന്ന പോലെ അന്നദാന അമ്പലങ്ങളിൽ കൊടുക്കുന്നതിന് ഒക്കെ ഉണ്ട്. ഇനി മുസ്ലിം പള്ളിയിൽ നിന്നുള്ള കൊടുത്തിട്ടുള്ളത് കിട്ടിയിട്ടില്ല, കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ബിരിയാണിയൊക്കെ ആയിരിക്കും, മട്ടൻ ബിരിയാണിയൊക്കെ ആയിരിക്കും, സെറ്റായിരിക്കും, അത് വേറെ മൂഡ് ഞാൻ പറഞ്ഞത്. എന്നാലും ഈ അന്നദാനമൊക്കെ കൊടുത്ത് നമ്മൾ അത് വാങ്ങി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം നമുക്ക് ഒരു യുവാവിൻ്റെ ഒരു വീഡിയോ കാണാം. മച്ചാമാരെ, നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു, കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാനേ. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്കിത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് നിന്ന് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ്, ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ഇട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളിയായിട്ട് ചെതറട്ടെ പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എന്ത് ചെതറട്ടെ, എല്ലാം ചെറി പോട്ടെ, അടിപൊളിയായിട്ട് അങ്ങനെ ആഘോഷിക്കും. ഇതിപ്പോ ഒരു ഹിന്ദു യുവാവാണ്. ഇവൻ വീട്ടിലിരുന്ന് കൊണ്ട് പറയണേ, എനിക്ക് നബിദിനത്തിന് പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഫുഡ് കിട്ടിയെന്ന് കൊള്ളായിരുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്പലങ്ങളിൽ അന്നദാനം കൊടുക്കുമ്പോൾ അത് മേടിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകും, പിന്നെ സ്കൂളിൽ അടുത്ത അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ഇതുപോലെ കൊണ്ടുപോകും. അപ്പോൾ അത് മേടിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ മൊത്തം വടിച്ച് നക്കി കഴിക്കുകയും ചെയ്യും. ആ ഒരു മൂഡാണ്, ഒരു പ്രത്യേക സുഖമാണ്. ഇതുപോലെ അന്നദാനം കൊടുക്കുന്നതും ഇതുപോലെ ആഘോഷങ്ങൾക്ക് പള്ളികളിലെന്ന്, ക്രിസ്ത്യൻ പള്ളികളിലെന്നൊക്കെ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഇങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഈ പറയുന്നത് പോലെ എനിക്കൊന്ന് കോട്ടയത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ.
കോട്ടയത്തൊക്കെ ഇതുപോലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഫുഡ് കൊടുക്കും. പിന്നെ പള്ളിയിൽ നിന്നും ഈ പറയുന്ന പോലെ നമ്മളിവിടങ്ങളിലും ഉണ്ട് ഈ പറയുന്ന പോലെ സഭാദിനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ കൊടുക്കും. അതിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ് പോയി സദ്യ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ ബിരിയാണി കൊടുക്കുമ്പോഴും അതൊക്കെ പോയി കഴിക്കുമ്പം ഒരു പ്രത്യേക സുഖമുണ്ട്, നല്ല രസമാണ് അത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു സുഖം കിട്ടത്തില്ല. ഈ മൊത്തത്തിൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആ ഒരു കരുതലിൻ്റെയും എല്ലാം കൂടിയുള്ള ഒരു സാധനമാണ് ആ കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബാക്കി ഇതിനുശേഷം കിട്ടിയോ 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 കിട്ടി ആ മൂഡ് നമുക്ക് കാണാം. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞെ നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചേരാനായിട്ട് മച്ചാര് വിളിച്ചിട്ട് തന്നെ വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ ബീബല്ലേ ഏതോ മഴമൂടും ബീബും നെയ്ച്ചോറും എന്റെ ഫേവറേറ്റ് ഐറ്റാണ് അത്, നെയ്ച്ചോറും ബീബും. വീട്ടല്ലാണ്ട് അതിന്റെ കുറച്ച് മലയാടാ സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം നബിദിനം വിളി തൂക്കിണ്ട് മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട് ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ് നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ പറഞ്ഞു ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചെതറട്ടെ. അപ്പൊ ചെതറട്ടെ അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെതറട്ടെ എന്ന് വിട്ടിട്ട് ഈ സാധനം കൊള്ളാം, ഒരു ഷൂൾ അടിച്ചു വിടുന്നത്. എന്തായാലും വീഡിയോ ഇട്ടതിനെ തുടർന്നിട്ട് നബിദിനത്തിന് തന്നെ അടിപൊളിയായിട്ട് ഫുഡ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഒരു വീഡിയോ ഇടുന്നു, അതിനെ തുടർന്ന് ഒരുപാട് പേര് വിഷ് ചെയ്യുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ അവസാനം സാധനം കിട്ടുന്നുണ്ട്. ആഗ്രഹിച്ചത് കിട്ടി, ഇനി കഴിക്കാമല്ലോ, കുടുംബത്തോടെ ഇരുന്ന് കഴിക്കാം. നമുക്ക് കാണാം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നെച്ചോറും ബീഫും കറിയായിട്ട് ചോറായിട്ട് ഇവിടെ എത്തി സജീർക്ക് ദിലീപേട്ടനും. അപ്പൊ അവരെ വിളിച്ച് ഇവിടെ ഇരുത്തിട്ട് എന്നെ പൂശ കാട്ടി ഒന്നും നോക്കാല്ല. വളരെയധികം സന്തോഷം സജീർക്ക. ഇത് മാത്രം കേട്ടോ, വേറെ ചോറ് വന്നോണ്ടിരിക്ക. ഇനി മാറ്റി സ്നേഹിച്ചു ചോറും വീട്ടിൽ വന്നോണ്ടിരിക്ക. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നബിദിനം ഇവിടെ നോക്കിയിട്ടുണ്ട്, അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നബിദിനം ഇവിടെ എന്താ നോക്കി. അപ്പൊ നിങ്ങൾ പരിപാടികൾ എടുക്കട്ടെ, ഇവിടെയൊക്കെ തന്നെ ഡിച്ചാ തരട്ടെ. ചെതറട്ടെ. അപ്പം മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണല്ലോ ഈ പറയുന്ന നബിദിനം. അത് ഹിന്ദുക്കൾ ഇതുപോലെ ആഘോഷിക്കുമ്പോൾ സൂപ്പർ എന്നാൽ ഇതേ സംഭവം നേരെ തിരിഞ്ഞു വന്നിട്ട് മുസ്ലിങ്ങൾ ഓണമോ ക്രിസ്മസോ ആഘോഷിച്ച് കഴിഞ്ഞാൽ തീർന്ന് കഥം. അതാണ് അവസ്ഥ. അത് ഒരു വൃത്തികെട്ട മെന്റാലിറ്റിയാണ്. അത് കുറെ പേരുടെ ഉള്ളിലുള്ള ഒരു വൃത്തികെട്ട നീചമായിട്ടുള്ള ഒരു തോട്ടാണ്. ആ ഒരു തോട്ട് മാറണമെങ്കിൽ കുറച്ച് പാടാണ്, പാടുപെടും. അതുപോലെ നമ്മുടെ ആഷിമോള അങ്ങനെ എങ്ങാണ്ട് പേരുള്ള ഒരുത്തി ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന ലെവൽക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവള് പറയുന്നൊന്ന് കേട്ടോക്കെ. അവളൊരു മുസ്ലിമാണ്, അവള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതുമായുള്ള ബന്ധപ്പെട്ട ആൾക്കാർ കൂടിയിട്ട് എന്നെ മഹലിന് പുറത്തിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ അത്ര വലിയ രാജ്യദ്രോഹ തെറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രമല്ല പുറക്കാറുള്ള മഹലിന് പുറത്തിടാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഈ ഫോട്ടോഷൂട്ട് എടുക്കാൻ സമയമാക്കിക്കൊണ്ട് ക്രിയേറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ഓണസാരി ഉള്ള ഒരു വീഡിയോ അല്ല ഫോട്ടോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മഹലിന് പുറത്തിടണം എന്നാണ് ബ്രോ ഉത്തരവിട്ടിട്ടുണ്ട്. ഓക്കെ, ആഷിമോള് ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മുടെ ChatGPT എങ്ങാണ്ട് കയറ്റിയിട്ട് ഒരു AI ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത്തപ്പൂവിന്റെ നടുക്കിരുന്നിട്ട് സാരി എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ മറ്റേ അത്തപ്പൂവിന്റെ നടുക്കുന്ന സദ്യത്തിന്റെ ഒന്നും ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആഷിമോളും ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടപ്പോൾ പിന്നെ വിഷയം ഗുരുതരമായി. ഞാൻ ആ കമന്റ് ഹൈലൈറ്റ് സാധനം വായിക്കാം. ദയവ് ചെയ്ത് ഇവളുടെ മഹല് ഭാരവാഹികൾ അറിയിച്ചു കൊടുത്ത് പുറത്താക്കണം. ഇവളെ അറിയാവുന്ന ആരെങ്കിലും മുന്നോട്ട് വരണം. അല്ലെങ്കിൽ തന്നെ ഈ സിനിമ ആൽബം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവർക്ക് ജാതി മതം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ഇവളുടെ അച്ഛനെ അമ്മയുടെയും അടക്കം എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അബ്ദുൾ സക്കീന്ദത്ത് പറഞ്ഞിട്ട് ഒരുത്തന്റെ ഒരു കമന്റാണ്. എന്റെ പൊന്നു വാഴേ, നീയൊക്കെ ചാവുമ്പോൾ ജാതിയും മതവും തലയ്ക്കകത്ത് പിടിച്ചുകൊണ്ട് ചത്ത് നിന്റെയൊക്കെ ശവം പൊഴുത്തി തന്നെ പോവും, ഇല്ലാണ്ടൊന്നും പോകത്തില്ല. ഓക്കെ, വളരെ വളരെ വൃത്തികെട്ട മെന്റാലിറ്റിയാണ്, ഇമാതിരി തൊട്ടി മെന്റാലിറ്റി. ഓക്കെ, ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിം പെൺകുട്ടി AI വെച്ച് ക്രിയേറ്റ് ചെയ്തോ അല്ലാണ്ട് ചെയ്തോ വോട്ടവറോ അവളൊരു ഓണം ഫോട്ടോഷൂട്ട് നടത്തി എന്ന് തന്നെ അങ്ങ് ഇരിക്കട്ടെ. എന്താണ് പ്രശ്നം? നീയൊക്കെ എന്ത് വർഗീയതയുടെ തലയ്ക്കകത്ത് മതഭ്രാന്ത് പിടിച്ച് നടക്കുന്നവന്മാരുടെ നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാർ കാരണമാണ് ഈ നാട് ഗുണം പിടിക്കാത്ത, ഈ നാട് കുട്ടിച്ചോറായി ഈ കോലത്തിലാവുന്നത്. സത്യം,
ഇത്രയും പീക്ക് വർഗീയത നിറഞ്ഞവന്മാർ കാരണമാണ് ഈ നാടിന്റെ കാര്യം ഒരു അവതാളത്തിൽ ഇരിക്കുന്നത്. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ ഒരിക്കലും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. മതം 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 തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവന്മാരാ. ഓക്കെ, ഇപ്പോൾ ഈ പെൺകുട്ടി ഇടയ്ക്കൊക്കെ റീസെന്റ് എയറിലൊക്കെ പോയിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത് അതിനുശേഷം പല തരത്തിലേറി കയറി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് തട്ടം ഇട്ട ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്ത്, പിന്നെ കാലക്രമേണ തട്ടം മാറ്റി വെച്ചൊരു ഇന്റർവ്യൂ എടുത്ത് അതിന്റെ പേരിൽ ഏറിപ്പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ലക്ക് ലെവലും ബെല്ലും ബ്രാക്കില്ല. പക്ഷെ ഈ കേസിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി എന്താ ചെയ്തത്? ഒരു പോസ്റ്റ് ഇട്ട് സാരി എടുത്തോണ്ട് അത്തപ്പൂന്നെ അടുക്കിയിരിക്കുന്ന മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് മത തലയ്ക്ക് പിടിച്ച പ്രാന്തന്മാർക്ക് തലപ്രാന്തായി അവന്മാർ അങ്ങോട്ട് ഇറങ്ങി. അവളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. പള്ളിയിൽ നിന്ന് പുറത്താക്കാതെ പറ്റത്തില്ല. പറ്റുമെങ്കിൽ ആ ജസ്ന സലീമിനെയൊക്കെ പോലെയുള്ളതിനൊക്കെ അടിച്ചിറക്കുക. അതൊക്കെയാണ് വർഗീയതയും മതഭ്രാന്തും പിടിച്ച് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്നത്. ഓക്കെ, അതിനെയൊക്കെയാണ് അടിച്ച് പുറത്താക്കേണ്ടത്. ഇടയിൽ എല്ലാവർക്കും ഒരു മതവിശ്വാസമുണ്ട്, എനിക്കും ഉണ്ട്. ഞാൻ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചിട്ട് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാതിരിക്കാനോ മറ്റുള്ള മതങ്ങളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എൻ്റെയൊക്കെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ആര് എന്നാലും ഞാൻ പോയിത്തില്ല. ഇതാണ് മൂഡ്. ഓക്കെ, അല്ലാണ്ട് അവിടെ ജാതിയില്ല, മതമില്ല, വേർതിരിവില്ല, ഒന്നുമില്ല, നിറവില്ല, വർഗ്ഗമില്ല, ഒരു തേങ്ങയില്ല. ഇപ്പോൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെയായാലും ഉത്സവമോ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡുണ്ടോ ഞാൻ പോകും, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെയൊക്കെ മൂഡ്. അല്ലാതെ അവിടെ ജാതിയില്ല, മതമില്ല, ഒരു തേങ്ങയില്ല. പിന്നെ ആഘോഷങ്ങൾ, ഏത് ആഘോഷത്തിന് നമ്മളെ വിളിച്ചാലും നമ്മൾ പോകും. നമ്മൾ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കും, ഇല്ലെങ്കിൽ ഇല്ല, തോന്നി ആഘോഷിക്കും. അല്ലാണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നത്. വളരെ മോശമാണ്. ഈ കാലത്തും ഈ ജാതിയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെയൊക്കെ സ്പിരിറ്റ് തലയ്ക്കകത്ത് കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന നാറുകളെടുത്ത് എനിക്കൊന്നും പറയാനില്ല. നീയൊക്കെ ചത്തു തൊലയണം ഈ ഭൂമിയിൽ. ഓക്കെ, പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല മതങ്ങളിലും എല്ലാ മതങ്ങളിലും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ ആ വിശ്വാസങ്ങളെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് അവരുടെ വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൂടാ, അത് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ശബരിമലയിൽ പെൺപിള്ളേരെ കയറരുത് എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അന്ന് വാശിപ്പുറത്ത് എല്ലാം കൂടി ഇടിച്ചു കയറി അങ്ങോട്ട് എഴുന്നള്ളി. അതെനിക്ക് യോജിപ്പില്ല. നിനക്കൊക്കെ പോയി എത്രയും അമ്പലങ്ങളുണ്ട് ശബരിമലയിൽ തന്നെ. അവിടുത്തെ രീതിയും ആചാരങ്ങളെയും മറികടന്ന് അവിടെ തന്നെ പോകണമെന്ന് എന്താണ് ഉദ്ദേശം? അപ്പോൾ അതൊക്കെ മോശമാണ്. അതുപോലത്തെ പരിപാടി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഓണപരിപാടിയിൽ ഇപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഹിജാബ് മാറ്റി വെച്ചിട്ട് ഡാൻസ് കളിക്കും. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ മതങ്ങളിൽ ഓരോ വിശ്വാസങ്ങളുണ്ട്, അതിനെ നമ്മൾ വ്രണപ്പെടുത്താതിരിക്കുക. എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളിലെയും എല്ലാ ഇതിലും ഒക്കെ നമ്മൾ പങ്കുചേരുക, ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുക. അതിലൊന്നും ഒരു വേർതിരിവും കാണിക്കേണ്ട കാര്യമില്ല. മണ്ടത്തരങ്ങളാണ് ഈ കാലത്തും ഈ മതത്തിന്റെ ഭ്രാന്ത്. നമ്മുടെ മതം മാത്രം അല്ല, നമ്മുടെ ആള്, ഞമ്മന്റെ ആള് എന്നുള്ളൊരു മൂഡിൽ ഇരിക്കുന്നത് വളരെ മോശമാണ്. ഓക്കെ, ഈ കാലത്ത് ഇങ്ങനെ കുറെ തലക്കകത്ത് പൊട്ടിത്തീട്ട നിറച്ചുകൊണ്ട് നടക്കുന്നവന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം. ഇനി വേറൊരു ന്യൂസ് കൊടുക്കാം. മുസ്ലിം പള്ളിക്കകത്ത് അടി. അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള ചപ്പ് ചവറടി. നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കാണാം. നബിദിനാഘോഷത്തിന് മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകുന്നതിനെ ചൊല്ലി തർക്കവും സംഘർഷവുമുണ്ടായ ദിവസം കൂടിയാണിന്ന്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ബൂട്ടിട്ട പോലീസുകാർ പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശി. വടകര കണ്ണൂക്കര മടാക്കര ജുമാ മസ്ജിദിലാണ് പ്രവാചക അധ്യാപനങ്ങളെ പോലും നാണിപ്പിക്കുന്ന സംഘർഷമുണ്ടായത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മടാക്കര മസ്ജിദ് ഭരണം സംബന്ധിച്ച് ഏറെ കാലമായി നാട്ടുകാർക്കിടയിൽ തർക്കമുണ്ട്. ഖത്തീബായ പൊന്മല അബ്ദുറഹ്മാൻ ഫൈസി വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് മാത്രം നേതൃത്വം നൽകിയാൽ മതിയെന്നായിരുന്നു പാണക്കാട് നടന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ്. ഇന്നലെ മൗലീദ് പാരായണത്തിന് ഖത്തീബ് എത്തിയത് ഒരു വിഭാഗം ചോദ്യം ചെയ്തു. ഖത്തീബിനെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയതോടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉപയോഗിക്കേണ്ട അകംപള്ളിയിൽ തർക്കമായി. തർക്കം കൈവിട്ടതോടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസുകാർക്ക് പള്ളിയിൽ കയറേണ്ടി വന്നു. പള്ളിയിൽ ആ പ്രാർത്ഥനാ സമയത്ത് ഇല്ലാത്ത പല ആൾക്കാരും ഒരു സ്വിച്ച് ഇട്ടതുപോലെ അവിടെ എത്തിച്ചേർന്നുണ്ട്. സംഘർഷം ഉണ്ടാക്കാനുള്ള ഭാഗമായിട്ട് ഇവർ പ്ലാൻഡ് ആക്കിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഇരുവിഭാഗത്തിൽ നിന്നുമായി 4 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും രാത്രിയോടെ വിട്ടയച്ചു. പോലീസ് ലാത്തി വീശിയതിന്റെ കാരണക്കാരാരെന്നതിനെ ചൊല്ലി നാട്ടുകാരിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ്. മനോരമ ന്യൂസ്, കോഴിക്കോട്. ഓക്കെ, സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ ചേരി തിരിഞ്ഞ് അടി വയ്ക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പള്ളിയിലടാ നിനക്കൊക്കെ അടിക്കണമെങ്കിൽ വെളിയിറങ്ങിയിട്ട് അടിച്ചുവിടാടാ. ആ മഹത്തരമായിട്ടുള്ള ആ സ്ഥലത്ത് കിടന്ന് തന്നെ അടിക്കണോ? എന്ത് ക്വാളിറ്റിയാടാ നിനക്കൊക്കെ ഉള്ളത്? ഇതാണ് ഞാൻ ആലോചിച്ചത്. എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ഇത്രയും വിശുദ്ധമായ ഒരു സ്ഥലത്ത് അശുദ്ധമായിട്ട് നീയൊക്കെ പ്രവൃത്തികൾ ചെയ്തു. എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ കോമഡി ഞാൻ അടുത്ത ആ ഒരു ന്യൂസിലുള്ള സാധനം വായിച്ചു തരാം. നീതി നിഷേധത്തിനെതിരെ ബൂട്ടിട്ട പോലീസിനെ പള്ളിയിൽ കയറ്റിയതിൽ പ്രതിഷേധം.
പ്രസിഡന്റ് ദേവർ കണ്ടി ഇസ്മായിൽ രാജിവെക്കുക. വിശ്വാസികൾക്കെതിരെ ലാത്തി വീശാൻ ഒത്താശ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റം. ഓക്കെ, വിശ്വാസികൾക്കെതിരെ ലാത്തി ഇട്ടതും പിന്നെ അതുപോലെ തന്നെ ബൂട്ടിട്ട് പോലീസ് കയറിയതാണ് അവിടെ ഏറ്റവും വലിയ വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അവന്മാർ അവിടെ കിടന്ന് അടികൂടിയൊന്നുമല്ല. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ പള്ളി അമ്പലം ഒന്നും നോക്കാതെ പോലീസുകാർ ബൂട്ടിട്ടങ്ങ് കയറും. അവർക്ക് പിന്നെ അവിടെ ബൂട്ട് ഊരി വെച്ചിട്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊന്നും കയറാൻ പറ്റത്തില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ഇവിടെ അടിയുണ്ട്, ഓരോരുത്തന്മാർ തീരും. ഓക്കെ, അവരതൊന്നും നോക്കത്തില്ല, കയറി തടഞ്ഞു, അടിക്കേണ്ടവന്മാരൊക്കെ അടിച്ചു, ഒരു തെറ്റുമില്ല പോലീസുകാരുടെ ഭാഗത്ത്. പക്ഷെ അവിടെ കിടന്ന് അടിവെച്ചവന്മാരെ പറയാൻ ആരുമില്ല. അവിടെ വിശ്വാസികൾ അടിവെച്ചു, കുഴപ്പമില്ല. പോലീസുകാർ കയറിയതാണ് പ്രശ്നം. ആ സംഘർഷം അവിടെ നിർത്തി ഒരുത്തൻ്റെ ജീവിതത്തിൽ ആപത്തുണ്ടാവാതെ അത് നിർത്തിച്ചതാണ് പോലീസുകാർ ചെയ്ത് തെറ്റം. പോലീസുകാർ ബൂട്ടിട്ട് കയറിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഒരു അടി നടക്കുന്ന സമയത്ത് അവരിനി തൊഴുതിട്ട് പ്രാർത്ഥിച്ച് ബൂട്ടൊക്കെ ഊരി വെച്ച് കാല് കഴുകിയിട്ട് കയറും. എന്തുവാ പറയുന്നതിലൊക്കെ കുറച്ച് ബോധം വേണ്ടേ? ഓക്കെ, ആ അടി അവർ നിർത്തി. എന്നാൽ ഇത്രയും വിശുദ്ധമായൊരു സ്ഥലം അശുദ്ധമാക്കിക്കൊണ്ട് അവിടെ കിടന്ന് അടി കൂടിയവന്മാരെ പറയാനൊന്നുമില്ല. അവരെല്ലാം വിശ്വാസികളല്ലേ. വിശ്വാസികളാകുമ്പോൾ പള്ളിക്കകത്ത് ഇറന്നാലും തമ്മിത്തല്ല. ഈ ഒരു മൂടാൻ ഇത്രയും അയ്യോ ഒന്നും പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട അൻസാരി ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയത് ശരിയായോ? എടാ മോനെ, പോലീസുകാർക്ക് ഉതു കൊടുക്കാൻ സംസം വെള്ളം കിട്ടിയില്ലടാ, അതുകൊണ്ടാണ് അവർ ഉതു കൊടുക്കാതെ ബൂട്ടിട്ട് ചാടി പള്ളിയിൽ കയറിയത്. എടാ, പള്ളി എന്തിനുള്ളതാടാ? 10,000-കണക്കിന് പള്ളികൾ കേരളത്തിൽ. ഏതെങ്കിലും പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറുന്നുണ്ടോ? ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദ്രവം പോലീസുകാരുടെ പക്ഷത്തും ഇല്ല. എന്തുകൊണ്ടാണ്? പള്ളികളൊക്കെ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരവിടെ ഒന്ന് എത്തിപ്പോലും ഒരു നോക്കാറില്ല. പക്ഷെ നിന്റെ പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറാനുള്ള കാരണം എന്താ? ആരാധനകൾ നിർവഹിക്കേണ്ട, ആരാധനയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് അവൻ സമാധാനകാംക്ഷിയാണ്. അവിടെ നീ പരസ്പരം കൊല വിളിക്കുകയും കോളറിന് പിടിക്കുകയും ആക്രോശിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസുകാർ ഒതുകൊടുത്തോണ്ട് വരണം. അവർ ബൂട്ട് ഊരിയിട്ട് പള്ളി കയറണം. എടാ മോനെ, ഞാൻ സേവനം ചെയ്യുന്ന ഈ പള്ളിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നേല്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അനുബന്ധമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോലീസുകാർ വന്ന് ബൂട്ടഴിക്കുന്നു, കാല് കഴുകുന്നു. അവർ വളരെ ഭക്തിയാദരപൂർവ്വം പള്ളിയിൽ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ബഹുമാനാദരപൂർവ്വം സംസാരിച്ച് മടങ്ങിപ്പോകുന്നു. ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ ആദരവ് കിട്ടും. നീ തല്ലുണ്ടാക്കിയിട്ട് നിന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ മേപ്പള്ളി കുറ്റി പോയി പറഞ്ഞാൽ മതി. നീ അവരെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവാ? ഒരു നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ തൊപ്പി വെച്ചവർ താടി വെച്ചിട്ടൊന്നുമില്ല, അവർ പുറവടിച്ചവർ പൊളിക്കും. അവർക്ക് അതിനു വേണ്ടിയാണ് ലാത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ മുസ്ലിയാരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരാളെ ഒരു പരിഗണിക്കത്തില്ല. അവർ വീക്കും. അച്ഛന്മാരെ വീക്കിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛന്മാരെ സഭാ തർക്കത്തിന്റെ പേരിൽ അച്ഛന്മാരെ വീക്കിട്ടില്ലേ? അപ്പൊ മുസ്ലിയാരെ വീക്കും. എടാ, അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാടാ? അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാ? നീയും ഞാനും അല്ലേ? സമാധാനം കാംക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് തല്ലുണ്ടാക്കിയപ്പം ആ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോലീസ് പള്ളി കയറിയതാ. അതിന് അവസരം ഉണ്ടാക്കി നീ ഇപ്പം അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളി അജണ്ട ഉണ്ട്, തേങ്ങാക്കലുണ്ട്. ഒളി അജണ്ട അല്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട പള്ളി നീയും നിന്റെ ഒപ്പമുള്ള മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൊലവിളി നടത്തി അടിയുണ്ടാക്കിയപ്പം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വരുന്ന പോലീസുകാർ ഒതുകൊടുത്ത് പള്ളി കയറണം. എടാ, ഇന്നലത്തെ ദിവസം ഏതാ? റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം കേരളത്തിന്റെ അങ്ങാടികൾ മുഴുവനും ജാതി മത ഭേദമന്യ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് കണ്ട് കേരളീയ മലയാളി മനസ്സ് അതിങ്ങനെ കുളിരണിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ബാഷ്പങ്ങൾ പൊഴിയാണ്. ഈ ദിവസം നീ എന്ത് ചെയ്തു? നീ നാലിച്ചൊക്കെ അങ്ങാടികൾ, മനുഷ്യർ ചെതറിക്കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ മതസ്ഥരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് നബിയുടെ അനുയായിയെ നീ എന്ത് ചെയ്തു? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പ്രജേനെയും അടിമേനെയും ഉടമനെയും ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരുമിച്ച് ഒരു വരിയിൽ നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച സഫിൽ നീ പരസ്പരം കലഹിച്ചും കൊലവിളിച്ചും ചീത്ത വിളിച്ചും പരസ്പരം കയ്യോങ്ങിയും നീ ആ പള്ളി നാശമാക്കി. പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ഒരു മുസൽമാൻ പള്ളിയിലേക്ക് കയറുമ്പം 4-5 വെട്ട കാല് ഉരതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാല്, ആ കാല് വൃത്തിയാക്കി പള്ളിയിൽ കയറുന്ന സംശുദ്ധമായ സ്ഥലത്തേക്ക് സംശുദ്ധമായ കാലുമായി കയറാൻ ശ്രമിക്കുന്ന ഒരു മുസൽമാൻ, അവിടെ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവസരമൊരുക്കി നീയല്ലടാ. നിന്റെയൊക്കെ കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് ചോദിച്ച പോലെ വിവേകമുള്ള ഒരുത്തനെങ്കിലും നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് ലൂത്ത് നബി ചോദിച്ചില്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. എത്ര കാലമായടാ ഈ വൃത്തികെട്ട പണി തുടങ്ങിയത്? അവസാനിപ്പിക്കാറില്ലേ? ജനത മാറിയില്ലേ? സമൂഹം മാറിയില്ലേ? ചിന്ത മാറിയില്ലേ? നീയൊക്കെ എന്നാ നന്നാകുന്നത്? ഒരു പള്ളിയും 90,000 ഗ്രൂപ്പുകളും. മനുഷ്യൻ മടുത്തണം. ഇതൊക്കെ മനുഷ്യൻ മടുത്ത്.
മനുഷ്യർക്കോടെ ആർക്ക് താല്പര്യമില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മഹലിൽ തന്നെ 25 ഗ്രൂപ്പും 22 ചിന്തയും 25 ചിന്താധാരയും വഴികളും എന്നിട്ട് ഒരു ഇമാമിനോടെ കൊണ്ടുവന്നാൽ ആ ഇമാമ് നമ്മുടെ ആദർശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പിറ്റേ ദിവസം പോലും അവന്റെ തുടങ്ങും. ഇത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ പച്ചക്കാൻ പറഞ്ഞത് അവൻ എങ്ങനെയെങ്കിലും തുരക്കാനുള്ള പണി തുടങ്ങും. നമ്മുടെ ആളായെങ്കിൽ മാത്രമേ നമ്മൾ പുറകെ തുടരുള്ളൂ. എന്തെല്ലാം തോന്നിയവാസങ്ങൾ പിന്നെ അവരുടെ പിന്നാലെയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതേ ആ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ പള്ളി വരാൻ പാടുള്ളൂ എന്ന ചിന്തയാണെങ്കിൽ പുതിയ ജെൻസി പിള്ളേർ വരുന്നുണ്ട്. നിന്റെയൊക്കെ മോന്ത പിടിച്ച് റോഡകിട്ടുരക്കും. ഈ മുഖമുണ്ടല്ലോ അത് ജെൻസി പിള്ളേർ പിടിച്ച്, കാരണം അവർക്ക് ഇതിനോടും താല്പര്യമില്ല, പുതിയ തലമുറക്ക് ഇതിനോടും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തലയിൽ കൊണ്ടു നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തലയിൽ കൊണ്ടു നടന്നു, പുതിയ ജനറേഷൻ നിങ്ങളുടെ ഊരക്ക് ചവിട്ടി നിങ്ങളെ പുറത്തു വന്നു. മനുഷ്യർ മടുത്തടാ. ഒരു പള്ളിയിൽ മനുഷ്യൻ പലതരക്കിലും പെട്ട് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെട്ട മനുഷ്യർ ഒരു 5 മിനിറ്റ് വന്ന് ഇബാദത്ത് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സമാധാനം കാമിച്ചിട്ട് വരുന്ന മനുഷ്യന്മാരെ ഓരോ ആശയങ്ങൾ പറഞ്ഞ് 25,000 ഗ്രൂപ്പാക്കിയിട്ട് അങ്ങോട്ട് പരസ്പരം നമ്മുടെ ആളല്ലാത്തവർ വന്നപ്പോൾ ശരിയാകത്തില്ല. ഇത് പുതിയ തലമുറ നിന്റെയൊക്കെ മുഖം റോഡിൽ ഉരക്കുന്ന ഒരു അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അത് കാണാം. അതുകൊണ്ട് വിവേകമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കക്ഷിരാഷ്ട്രീയങ്ങളിൽ നമ്മൾ മാറി നിന്നിട്ട് മനുഷ്യൻ എന്ന വികാരത്തിൽ ജീവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണാനും എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്. ഭിന്നതയുള്ള ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതിന് മാത്രമേ അതിനകത്ത് ബർക്കത്തുമില്ല. ആ നാടും ആ മഹലും നാശമാവും. സിൻഫാനു മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ അന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. 2 വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് നന്നായാൽ ആ നാട്ടിലെ ജനങ്ങൾ നന്നാവും. ഒന്ന് ആലിമും ദീനിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കൾ, കമ്മിറ്റിക്കാർ, അവർ നന്നായാൽ നാട് നന്നായി. അള്ളാഹു നന്നാക്കട്ടെ. ഇതാടാ ഉസ്താദ്, ഇതാണ് ഉസ്താദ്, ഇങ്ങനെ ആയിരിക്കണം ഉസ്താദ്. ഞാൻ ഫാനായിട്ട്, കാരണം പറയുന്നത് പക്ക കറക്റ്റ് കാര്യമില്ലേ. എനിക്കിനി ഇതിലൊന്നും പറയാനില്ല. ഇതിപ്പോ മുസ്ലിം പള്ളികളിൽ മാത്രമല്ല, ഇപ്പൊ അമ്പല കമ്മിറ്റികളിൽ എടുക്കുമ്പോഴേ അവിടെയും ചിലപ്പോൾ ഗ്രൂപ്പിസം കാണും. ക്രിസ്ത്യൻ പള്ളികളിൽ പള്ളിക്കകത്ത് ഗ്രൂപ്പ്, അതിന്റെ പേരിൽ അടി, വഴക്ക്, ചർച്ച, ഇതൊക്കെ ഉണ്ട് അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ. എനിക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത്? നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും അനുഗ്രഹം മേടിക്കാനൊക്കെയാണ് പോകുന്നത്. എന്നാൽ അവിടെ നടക്കുന്ന കച്ചവടങ്ങളും ഗ്രൂപ്പിസങ്ങളും അധികാരം പിടിച്ചു പറ്റാനും വേണ്ടിയിട്ട് നടക്കുന്ന നാറിയ കളികളുണ്ട്, പള്ളികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളിലുണ്ട്. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യമായിട്ടാ പറഞ്ഞേ. ഒരു 16 ഗ്രൂപ്പ് അടുത്ത് അധികാരം പിടിക്കണം, മേളിൽ കയറണം, നമുക്ക് മറ്റേതാവണം, മറിച്ചതാവണം, അതിന്റെ പേരിൽ ഇലക്ഷൻ, അതിന്റെ പേരിൽ അടി. എന്തുവാടാ ഇത്? എടാ, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലങ്ങളല്ലേ ആരാധനാലയം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മറ്റേ ഓരോന്ന് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് നിന്ന് അടിയും വഴക്കും ഉണ്ടാക്കിയിട്ട് അധികാരങ്ങളും സ്ഥാനങ്ങളും പിടിച്ചു പറ്റാനുള്ള ഒരു പ്രോസസ്സാണോ ഈ പറയുന്നത്? അതിന് മറയായിട്ട് ഉപയോഗിക്കാനാണോ ഈ പള്ളികൾ ഉപയോഗിക്കുന്നത്? ഈ കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞു പോകണമെന്ന് തോന്നി. കാരണം ഇതൊന്നും ചെറിയ കാര്യമല്ല. മതം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവന്മാർ അധികാരത്തിന് വേണ്ടിയിട്ട് കിടന്ന് അടിക്കുന്ന കുറെ കാട്ടുകഴിവേറകളുണ്ട്. ഇപ്പൊ ഈ ഒരു പള്ളിക്കകത്ത് ഈ അടി നടന്നവന്മാരെ അടിച്ചവന്മാരെയും കുറ്റം പറയുന്നില്ല, ബൂട്ടിട്ട് കയറിയ പോലീസുകാരാണ് പ്രശ്നക്കാർ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പോലീസുകാർ പിന്നെ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? അവരെ നോക്കിക്കൊണ്ടിരിക്കണോ? നോക്കി വെളിയിലിരിക്കണോ? പള്ളിക്കകത്തല്ലേ കയറിക്കൂടാ, ബൂട്ടിട്ടിരിക്കുകയല്ലേ? ഒന്നുമില്ല. അടിച്ചവന്മാരെയും അടി ഉണ്ടാക്കിയവന്മാരെയാണ് പിടിച്ചടിക്കേണ്ടത്, അവന്മാരെയാണ് ക്രൂശിക്കേണ്ടത്. ആ പള്ളിക്കകത്ത് ഇത്രയും വിശുദ്ധമായ സ്ഥലം അശുദ്ധമാക്കി അവന്മാരെയാണ് പറയേണ്ടത്. അതിന് പകരം പാവപ്പെട്ട പോലീസുകാരെ പറയുന്നുണ്ട്. കഷ്ടോടെ. എന്തായാലും ഇത് എല്ലാ വർഷങ്ങളിലും നടക്കാറുണ്ട്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മതങ്ങളുടെ പേരും മതം തമ്മിലടി. ഇനി ഒരു വിശ്വാസത്തിന്റെ ഇടയിൽ തന്നെ പല ഗ്രൂപ്പുകൾ, അവര് തമ്മിലടി. ഇതൊക്കെ എന്തോന്നിട ഇത്? ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞ് കാണിക്കുന്നത് എന്റെ പടച്ചോനെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം.